Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മുടെ ചാനലിൽ വളരെയധികം കമന്റ് കിട്ടിയ ഒരു ഐറ്റമാണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുകളുടെ ഐറ്റംസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന്, അതുമാതിരി തന്നെ കുറച്ച് കാർബ്സ്, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വെജീസ്, ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഹോസ്റ്റലിൽ താമസിക്കുന്ന നമ്മുടെ ബാച്ചിലേഴ്സിന് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഈവൻ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് മിസാംബ്ലാസ് റെഡിയാക്കാം. മിസാംബ്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നതിനാണ് മിസാംബ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ഗൈസ്, ആദ്യമായി തന്നെ നമുക്ക് നല്ല പഴുത്തൊരു അവക്കാഡോ എടുത്തതിന് ശേഷം നമുക്ക് നടുവേ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം അവക്കാഡോ പൾപ്പ് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നൈഫ് കൊണ്ട് നമുക്ക് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തായി നമുക്ക് നല്ല പഴുത്തൊരു തക്കാളി എടുത്തതിന് ശേഷം ഇത് നമുക്ക് റൗണ്ടിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം നമുക്ക് ഏകദേശം ഒരു മീഡിയത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. അടുത്തതായി ഒരു പീസ് ഹോൾ വീറ്റ് ബ്രെഡ് എടുത്ത് ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. അടുത്ത ഒരു ചെറിയ പീസ് ബട്ടർ ഇതിലേക്ക് ഇട്ട് ബട്ടർ നന്നായി മെൽറ്റായി കഴിയുമ്പോൾ നമ്മളുടെ ബ്രെഡിൻ്റെ പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സ്റ്റവിൻ്റെ ടെമ്പറേച്ചർ മീഡിയത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ടോസ്റ്റ് മറിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നമുക്ക് ചീസ് അപ്ലൈ ചെയ്യാം. ഞാനിത് ഉപയോഗിക്കുന്നത് മൊസല ചീസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ചീസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈവൻ നമ്മളുടെ അമൂലിൻ്റെ ഷീറ്റായിട്ട് വരുന്ന ചീസും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചീസ് ഇട്ടതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് ഏകദേശം നമുക്കൊരു 1 മിനിറ്റ് നേരം സിമ്മറിൽ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് നേരം സിമ്മറിലിട്ട് നമ്മളുടെ ചീസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പാൻ വീണ്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റവ് ഒരു മീഡിയത്തിലേക്ക് കൊണ്ടുവന്ന് 2 എഗ്ഗ് ഇതിലേക്ക് നമുക്ക് ക്രാക്ക് ചെയ്ത് ഒഴിക്കാം. സീസൺ ചെയ്യാനായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് സോൾട്ടും പെപ്പർ കോണും നമുക്കിന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇടാം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന എഗ്ഗ് സണ്ണി സൈഡ് അപ്പ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു കുക്കിംഗ് ഏകദേശം നമുക്ക് നമ്മളുടെ യോക്ക് നല്ലൊരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലായിരിക്കുമ്പോഴാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യോക്കിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 1.5 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് കുക്ക് ചെയ്തേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾക്കറിയാവുന്ന മാതിരി നമ്മളുടെ ബോഡിയുടെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ നടക്കാനായിട്ട് നമുക്ക് ആവശ്യമായുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഹെവി ആയിട്ട് കാർബ്സ് ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത്. അത് നമ്മളുടെ സിസ്റ്റത്തിൽ ഗ്ലൂക്കോസ് ലെവൽ ഷൂട്ട് ചെയ്യാനും അതേമാതിരി തന്നെ നമുക്കൊരു ലേസിനെസ് അല്ലെങ്കിൽ ഒരു ഡിസിനെസ് ഫീൽ ചെയ്യാനും കാരണമാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മളൊരു ചെറിയ എമൗണ്ട് കാർബ്സ് മാത്രം കഴിക്കുക. കാർബ്സ് നമ്മളുടെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ എമൗണ്ടിൽ കാർബ്സ്
നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രോട്ടീന് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വെജീസുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ ഡിഷിൽ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് നമ്മളുടെ എഗ്ഗിൽ നിന്നാണ്. നമ്മൾ 2 eggs ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതുമാതിരി തന്നെ ചീസ് ഉണ്ട്, നമുക്ക് കുറച്ച് ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഒരു പ്രോട്ടീൻ്റെ സോഴ്സ് ആണ്. പിന്നെ ഈ ഡിഷിൽ ഹെൽത്തി കാർബ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹോൾ വീറ്റ് ബ്രെഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡ് ആയാലും ഉപയോഗിക്കാം, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഹോൾ വീറ്റ് ബ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ ബ്രെഡ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഡിഷിൽ ഉപയോഗിക്കുന്നത് അവക്കാഡോയും അതുമാതിരി തന്നെ കുറച്ച് ടൊമാറ്റോയാണ്. ഇത് രണ്ടും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജീസ് ആണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് എപ്പോഴും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷിന് വേണ്ടത്. ഈ എക്സാക്റ്റ് ഐറ്റംസ് തന്നെ വേണമെന്നില്ല, പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആവാനും അതുമാതിരി തന്നെ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുമാതിരത്തെ ഡിഷുകൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതുമാതിരത്തെ നിങ്ങൾക്ക് സിമ്പിൾ എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിഷിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഞാൻ അടുത്ത ആഴ്ച അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുകൾ, നല്ല ഹെൽത്തി പ്ലസ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷുകൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനും വളരെ ആൾക്കാരിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഓരോ ലൈക്സ് കൊടുക്കുക. ഇത് ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്കിതെങ്ങനെ അസംബിൾ ചെയ്യാൻ നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എടുത്ത് നമുക്കിന്ന് വെക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത 2 ടൊമാറ്റോ, സ്ലൈസ് ചെയ്ത് നമ്മളുടെ അവക്കാഡോ, അതിനുശേഷം നമുക്ക് ലൈറ്റായിട്ടൊന്ന് സീസൺ ചെയ്യാം. അടുത്തതായി നമ്മളുടെ സണ്ണി സൈഡ് അപ്പ് എഗ്ഗ് നമുക്ക് ഇതിന് മുകളിലേക്ക് വെക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ട് സോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഇതിന് മുകളിലേക്ക് നമുക്ക് ഡാബ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കുറച്ച് സ്പൈസി കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോട്ട് സോസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഗൈസ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ അവക്കാഡോ എഗ്ഗ് ടോസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് നല്ല ഹെൽത്തിയാണ്, അതുമാതിരി തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഗ്യാരണ്ടി പറയുന്നുണ്ട്. അതുമാതിരി തന്നെ വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. വെറൈറ്റി ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ റെസിപ്പി ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരത്തെ വെറൈറ്റി ഡിഷസ് കാണുവാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. So eat good food, stay healthy until I see you with a different video. Bye bye.